ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണിയുടെ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കൺമണിയെ വരുൺ വിളിക്കുന്നുണ്ട് ഫോണില്. കൺമണി ഒട്ടും താല്പര്യമില്ലാതെ അവന്റെ കോൾ അറ്റൻഡ് ചെയ്യുന്നതും കൺമണിയോട് തന്നെ മറന്നോന്ന് ചോദിക്കുന്നുണ്ട് വരുൺ. കൺമണി ഇത് കേട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പൊ വരുൺ വീണ്ടും പറയുക, എന്നോട് ദേഷ്യപ്പെടല്ലേ കൺമണി, ഇതേ വേറൊരു നമ്പറിൽ നിന്നാണ് ഞാൻ വിളിക്കുന്നത്. എന്റെ നമ്പറിൽ നിന്ന് വിളിച്ച കൺമണി എടുക്കില്ല എന്ന് കരുതിയിട്ട് പുതിയൊരു നമ്പർ എടുത്തതാ. പഴയ നമ്പറൊക്കെ കൺമണി അങ്ങ് ബ്ലോക്ക് ചെയ്തല്ലോ. അപ്പൊ കൺമണി പറയും, ഈ നമ്പറൊക്കെ നിന്റെ കയ്യിൽ വെച്ചിരുന്നാൽ മതി. അതും പറഞ്ഞ് കൺമണി കോള് കട്ട് ചെയ്യാൻ തുടങ്ങുന്നതും വരുൺ യാചിക്കുന്നുണ്ട്, അയ്യോ കൺമണി കോള് കട്ട് ചെയ്യല്ലേ പ്ലീസ്, ഞാൻ പറയുന്ന മുഴുവനൊന്ന് കേട്ടിട്ട് കട്ട് ചെയ്യേ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എനിക്ക് കൺമണിയോട് പറയാനുള്ളത്. കൺമണി, നീ എന്നെ ആട്ടി അകറ്റുക, ഓടിക്കുക, എന്നിട്ടും ഞാൻ കൺമണിയുടെ പുറകെ വരുന്നുണ്ട്. ഇങ്ങനെയാണെങ്കിലും ആത്മാഭിമാനമുള്ള ഒരാള് ഇത്രയും സഹിച്ച് കൺമണിയെ വിടാതെ പിന്തുടരൂ. പക്ഷെ എനിക്ക് കൺമണിയില്ലാതെ പറ്റില്ല കൺമണി, അതുകൊണ്ടാ ഇത്രയും ആക്ഷേപം സഹിച്ചിട്ടും ഞാൻ പുറകെ വരുന്നത്. കൺമണിക്ക് ഇതെല്ലാം കേട്ടിട്ട് ദേഷ്യമാണ് തോന്നുന്നത്. വരുണിനോട് നല്ല ഭാഷയിൽ തന്നെ പറയുന്നുണ്ട്, സഹോദര, താങ്കൾ കോള് കട്ട് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്ക്, അല്ലാതെ എന്റെ പുറകെ നടന്നിങ്ങനെ സമയം കളയരുത്. വരുണാണെങ്കിൽ പ്രേമമൊക്കെ അഭിനയിച്ചുകൊണ്ട്, കൺമണി, എനിക്ക് കൺമണിയുടെ പുറകെ നടക്കുമ്പോഴാ സമയം പാഴായി പോകാതിരിക്കുന്നത്. കാരണം ആ സമയം കൺമണിയെ ഞാൻ കാണുകയോ അറിയുകയോ ഒക്കെ ഉണ്ടാവുമല്ലോ. ബാക്കി സമയമാണ് വെറുതെ പോകുന്നത്. കൺമണി, നമ്മള് ഗണപതി അമ്പലത്തിൽ വെച്ചാണ് ആദ്യം കണ്ടുമുട്ടിയത്. ഭഗവാന്റെ മുന്നിൽ വെച്ചാണ് നമ്മൾ അടുത്തത്. പിന്നീട് എപ്പോഴോ കൺമണിക്ക് എന്നെ പറ്റി തെറ്റിദ്ധാരണ വന്നു. ഞാൻ നല്ല മനുഷ്യനാ കൺമണി. കൺമണിയാണെങ്കിലും ആണോന്ന് കളിയാക്കി ചോദിക്കുന്നുണ്ട്. സ്വഭാവ സർട്ടിഫിക്കറ്റ് സ്വയം എഴുതി സ്വയം സീൽ വെച്ച് സ്വന്തമായിട്ട് അങ്ങ് എടുത്തുവല്ലേ. നല്ല സ്വഭാവമാണ് പോലും. ഇതാണ് നിങ്ങളുടെ സ്വഭാവമെങ്കിലേ മോശ സ്വഭാവം എങ്ങനെയായിരിക്കും? കൺമണി ഇങ്ങനെയെല്ലാം പറയുന്ന കേട്ടിട്ട് കൺമണി എന്ത് വേണമെങ്കിൽ എന്നെ പറഞ്ഞു, ഞാൻ നിന്ന് കേട്ടോളാം. കൺമണിയെ ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ട്, ദേഷ്യം പിടിപ്പിച്ചിട്ടുണ്ട്, അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലയോ? എന്നാൽ കൺമണി തിരിച്ചു ചോദിക്കുന്നുണ്ട്, എവിടെ കഴിഞ്ഞൊന്ന്? കഴിഞ്ഞു പോയതാണെന്ന് നിങ്ങൾ തന്നെ അങ്ങ് തീരുമാനിച്ചാൽ മതിയോ? കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ കാര്യങ്ങള് മറക്കാനും പോകുന്നില്ല. അതുകൊണ്ട് എന്റെ വഴിയിൽ വരരുത്. എന്നാൽ വരുൺ പിന്നെയും കൺമണിയെ സോപ്പിടാൻ തന്നെയാണ് ശ്രമിക്കുന്നത്. എന്നിട്ട് പറയും, കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ വെച്ച ആന്റിയമ്മയും മാനസയൊക്കെ കൺമണിയെ വഴക്ക് പറഞ്ഞ് ഞാൻ അറിഞ്ഞു. കൺമണി, നിനക്ക് വേണ്ടി ഞാൻ മാനസയോട് പ്രതികാരം ചെയ്യാൻ പോവുക. അത് കേൾക്കുന്ന കൺമണി ചോദിക്കുന്നുണ്ട്, എടോ താൻ എന്താ LKG പഠിക്കുകയാണോ? ഈ മാനസ എന്ന് പറയുന്നത് തന്റെ ഫ്രണ്ട് അല്ലേ? എന്നാൽ വരുൺ അതേസമയം മാനസയെ പറ്റി കുറെ കുറ്റങ്ങൾ പറയുകയാണ്. കൺമണിക്ക് അത് കേൾക്കുമ്പോൾ ഇഷ്ടമാകുമല്ലോ എന്ന് കരുതിയിട്ട്, മാനസ എനിക്ക് കണ്ടുകൂടാ എന്നൊക്കെ പറയുമ്പോൾ വരുണിന്റെ തന്ത്രങ്ങളെല്ലാം കൺമണിക്ക് പിടികിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചോദിക്കുന്നുണ്ട്, എന്തിനാ വെറുതെ വീണ്ടു കളിക്കുന്നത്? എങ്കിൽ പിന്നെ ശരി, നിങ്ങൾ പോയി പകരം ചോദിക്കുക, നമുക്ക് പകരം ചോദിച്ചിട്ട് കാണാം എന്നും പറഞ്ഞ് കൺമണി ആ കോൾ അങ്ങോട്ട് കട്ട് ചെയ്യാണ്. വരുൺ വീണ്ടും ചമ്മി പോകുന്നുണ്ട്. കൺമണിയോട് വീണ്ടും അടുക്കാനൊക്കെ ഒരു ശ്രമം നടത്തിയതാണ്. പക്ഷെ അതെല്ലാം പൊളിഞ്ഞ് പാളീസായെന്ന് വേണം പറയാൻ. കോള് കട്ട് ചെയ്ത ശേഷം കൺമണി ദേഷ്യത്തോടെ പെറുപെറുക്കുന്നുണ്ട്. ഓരോരുത്തരന്മാര് വിളിച്ചോളും മനുഷ്യന്റെ സമാധാനം കളയാനായിട്ട്. എന്നാൽ വരുൺ അതേസമയം പറയുന്നത് ഇങ്ങനെയാണ്, നിനക്ക് ഞാൻ ഒരിക്കലും സമാധാനം തരില്ലടി. നിന്റെ സമാധാനം ഇല്ലാതാക്കാൻ പോകുന്നത് എങ്ങനെയാണെന്ന് നീ തന്നെ കണ്ടോ. നീ അങ്ങോട്ട് മാനം മുട്ടി നിൽക്കുമല്ലേ, നിന്നെ ഞാൻ വലിച്ചു താഴെ ഇടുവടി. നിന്നെ നശിപ്പിക്കാന്നുള്ളതാടി ഈ വരുണിന്റെ അവതാര ഉദ്ദേശം. അത് ഞാൻ സാധിക്കുക തന്നെ ചെയ്യും. നിന്റെ കുടുംബം ഞാൻ കുളം തോണ്ടും, എന്നിട്ട് ആ കുളത്തിൽ ഞാൻ നീന്തി തുടിക്കും. എന്റെ ശരീരത്തിൽ നിങ്ങൾ ഏൽപ്പിച്ച മുറിവ് ഉണങ്ങും. പക്ഷെ മനസ്സിനേറ്റ മുറിവുണ്ടല്ലോ, നിന്നോടുള്ള പ്രതികാരത്തിനായി കരിയാതെ നിലനിർത്തും. ഒരു കരിനിഴലായിട്ട് ഞാൻ നിന്റെ മുകളിലുണ്ടാവും, നിന്റെ ജീവിതത്തിലെ സന്തോഷം മാറ്റുന്ന കരിനിഴൽ. ഇങ്ങനെയെല്ലാം പ്രതികാരത്തോടെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് വരുൺ അടുത്തതായി വിളിക്കാൻ പോകുന്നത് ധനലക്ഷ്മിയാണ്. വരുണിന്റെ ഗോള് കാണുമ്പോൾ തന്നെ ധനലക്ഷ്മിക്കാണെങ്കിലും ദേഷ്യം വരുന്നുണ്ട്. ഓ, ഈ കുരിശ് വീണ്ടും വിളിക്കാൻ തുടങ്ങിയോ? ഇവന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ചു വിട്ടതല്ലേ. കൺമണിയുടെ കയ്യിൽ നിന്ന് കിട്ടിയതൊന്നും പോരാന്ന് തോന്നുന്നു ഇവന്. എന്തായാലും കോൾ എടുത്തേക്കാന്ന് വിചാരിച്ചുകൊണ്ട് അവിടെയുള്ള ആരും കേൾക്കാതിരിക്കാൻ വേണ്ടി കുറച്ചങ്ങോട്ട് മാറി നിന്നിട്ടാണ് ധനലക്ഷ്മി വരുണിനോട് സംസാരിക്കുന്നത്. എന്തിനാ വിളിച്ചാന്ന് അല്പം ദേഷ്യത്തോടെ ചോദിക്കുന്ന ധനലക്ഷ്മിയോട് വരുൺ ചോദിക്കുന്നുണ്ട്, എന്താ ഏട്ടത്തി ശബ്ദത്തിനൊക്കെ ഇത്തിരി കടുപ്പം? മുമ്പെന്റെ ഫോൺ എടുക്കുമ്പോ മക്കളെ ചക്കരെ എന്നൊക്കെ ആയിരുന്നല്ലോ തുടങ്ങിയിരുന്നത്. അപ്പൊ ധനലക്ഷ്മി പറയുന്നത് ഇങ്ങനെയാണ്, ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയാ വരണേ ഞാൻ. ഇപ്പോഴേ പച്ചവെള്ളം കണ്ടാലും എനിക്ക് പേടിയാ. അത് പോട്ടെ, വരുൺ വിളിച്ച കാര്യം പറ. ഉടനെ വരുൺ ചോദിക്കുകയാണ്, ഏട്ടത്തിക്ക് ഞാനൊരു ഓഫർ അങ്ങോട്ട് തരട്ടെ, ഒരു 101 പവനും 10 ലക്ഷം രൂപയും. എന്നാൽ അത് കേട്ടിട്ടും ധനലക്ഷ്മി, അയ്യോ എന്റെ വരുണേ, അതൊന്നും എന്നെ ഓർമ്മിപ്പിക്കല്ലേ. എനിക്ക് 101 പവനോ 1001 പവനോ വേണ്ട. മനസ്സമാധാനം മാത്രമാണ് ഇപ്പൊ ഞാൻ നോക്കുന്നത്, അത് മാത്രം മതി. അതാണെങ്കിൽ എവിടെ ഒന്നും കിട്ടുകയില്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ ഇവിടെ വിടുകയാ. അങ്ങ് ലണ്ടനിൽ കാണാം. ധനലക്ഷ്മിയുടെ വർത്താനം കേട്ട് വരുൺ ചോദിക്കുന്നുണ്ട്, അപ്പൊ ഏട്ടത്തി നമുക്ക് ആ കൺമണിയെ ഒതുക്കണ്ടേ? അയ്യോ നമുക്കല്ല, ഏകോചനത്തിൽ പറഞ്ഞാ മതി. നീ കൺമണിയെ ഒതുക്കിക്കോ, ഞാൻ ജീവനം കൊണ്ട് അങ്ങ് പറക്കാൻ പോവുക.
വരുണാണെങ്കിൽ പിന്നീട് ധനലക്ഷ്മിയെ തന്റെ കൂടെ നിർത്താൻ വേണ്ടി പല മോട്ടിവേഷണൽ ഡയലോഗും കാച്ചുന്നുണ്ട്. എന്നാൽ എന്തൊക്കെ പറഞ്ഞിട്ടും ധനലക്ഷ്മി വഴങ്ങുന്നില്ല. എന്നിട്ട് അവസാനം പറയും, കൺമണിയെ അമ്മായിമാരെയൊക്കെ വിറപ്പിച്ചു നിന്നിരുന്ന ഞാനിപ്പോഴേ ഒരു കോമഡി കഥാപാത്രമായി. കണ്ണാടിയിൽ എന്നെ കാണുമ്പോൾ എനിക്ക് തന്നെ ചിരി വരുവാ. ഇപ്പോ ഞാൻ പറഞ്ഞല്ലോ, തോറ്റു ഒരു പരുവായി. ഞാൻ ഇനി നാട്ടിൽ നിന്ന് തന്നെ പോവുക, മിക്കവാറും ലണ്ടനിലേക്ക്, അവിടെ നിന്ന് ചിലപ്പോൾ അമേരിക്ക. ഇതേ സമയം വരുൺ ഓർമ്മിപ്പിക്കുന്നുണ്ട്, പുറം നാട്ടിലേക്ക് പോയവരൊക്കെ ഇപ്പം മടങ്ങി വരികയാണെന്ന്, അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നാ പറയുന്നതെന്ന്. എന്നിട്ട് വീണ്ടും പ്രലോഭിപ്പിക്കാൻ വേണ്ടി പറയും, എടുത്തേക്ക് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു 101 പവൻ അങ്ങോട്ട് തരും, പിന്നെ 10 ലക്ഷം രൂപയും, പിന്നെ ഇങ്ങനെ ഓരോ സാധനങ്ങളും ഞാൻ തരും. ഇപ്പോഴത്തെ കമ്പോള വില അനുസരിച്ച് ആ 101 പവന്റെ മൂല്യം ഒന്ന് കൂട്ടി നോക്കിക്കേ, ഏട്ടത്തേക്ക് സ്വന്തമായിട്ട് ഒരു പണയസ്ഥാപനം തുടങ്ങാം. എന്നാൽ ഇത്രയൊക്കെ കേട്ടിട്ടും ധനലക്ഷ്മി പറയും, ഞാൻ അല്ലെങ്കിലേ ഇപ്പൊ ഒരു പൊളിഞ്ഞ സ്ഥാപനമാണ് വരണേ. പറഞ്ഞില്ലേ, രക്ഷപ്പെടാൻ ഒരു അവസരം എനിക്ക് കിട്ടിയിരിക്കുക. ഞാൻ സത്യം പറയുക, ലണ്ടനിലേക്ക് പോകാൻ ഒരു അവസരം ഒത്തു വന്നിട്ടുണ്ട്. ആദ്യം ഞാൻ പോകും, പിന്നെ മനോജേട്ടനെയും ഗോകുലിനെയും കൊണ്ടുപോകും. ശിഷ്ടജീവിതം അവിടെ തന്നെ. പിന്നെ വരുൺ ലണ്ടനിലേക്ക് വരികയാണെങ്കിൽ എന്നെ വിളിച്ചേക്കണേ, അവിടെ ജംഗ്ഷനിൽ വെച്ച് നമുക്ക് കാണാം. എന്നാ പിന്നെ ഞാൻ വയ്ക്കുക, ശരിയെന്ന് പറഞ്ഞ് ധൃതിപ്പെട്ട് ധനലക്ഷ്മി ആ കോള് കട്ട് ചെയ്യും. അങ്ങനെ വരുണിന്റെ ധനലക്ഷ്മിയെ ചാക്കിലാക്കാമെന്നുള്ള പ്ലാനും ചീറ്റിപ്പോരുകയാണ്. വരുൺ ചിന്തിക്കുന്നുണ്ട്, എന്നാലും ഇവരുടെ അത്യാഗ്രഹമൊക്കെ ഇത്ര പെട്ടെന്ന് പോയോ? അങ്ങനെ ആ പ്രതീക്ഷയും പോയി. ഇനി ഞാൻ എങ്ങനെ അവിടെ തിരിച്ചു കയറും? എന്തെങ്കിലും ഒരു വഴി തെളിയുമായിരിക്കും, ഇല്ലെങ്കിൽ ഞാൻ തെളിയിച്ചെടുക്കും, കൺമണിയെ ഞാൻ തോൽപ്പിക്കും എന്നൊക്കെ സ്വയം പറഞ്ഞ് സമാധാനിക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത്, കൺമണി നല്ല ജോലി തിരക്കിലാണ്. പെട്ടെന്നാണ് കൃഷിന്റെ വരവ്. കൺമണിയെ ഒന്നും ചെയ്യാൻ സമ്മതിക്കാതെ കൃഷ് അവിടെ പിടിച്ചു നിർത്തുകയാണ് ബലമായിട്ട്. കൺമണി ചോദിക്കുന്നുണ്ട്, എന്താ സാർ ഇത് ഓഫീസല്ലേ? അപ്പൊ കൃഷ് പറയും, ഓഫീസിൽ വെച്ച് ഇങ്ങനെ പണ്ടും ഉണ്ടായിരുന്നിട്ടുണ്ടല്ലോ. അല്ല, നിനക്ക് എന്താ ഒരു അകൽച്ച? ഫോൺ വിളിച്ചപ്പോ പോലും സന്തോഷത്തോടെ ഒരു മറുപടിയും നീ തന്നില്ല. അപ്പൊ കൺമണി പറയുന്നുണ്ട്, സാർ സന്തോഷിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലൊന്നും അല്ല, സാറ് തന്നെ ഒന്ന് ഊഹിച്ചു നോക്കിയാൽ മതി. എന്നാൽ ഇതേ സമയം കൺമണിയെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കൃഷ്. ഞാൻ അച്ഛനോടെല്ലാം പറയാമെന്ന് നിന്നോട് പറഞ്ഞല്ലോ, എന്നിട്ടും നീ എന്തിനാ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്? കൺമണി വീണ്ടും കൃഷ്ണനെ ഓർമ്മിപ്പിക്കും, സാർ ഇവിടെ ശ്രീദേവി ഒക്കെ ഉണ്ട്, മാനസ മേഡത്തിന്റെ ആൾക്കാരാണ് അവരൊക്കെ. നമ്മളിങ്ങനെ നിൽക്കുന്ന കണ്ടാലേ അവരുടനെ ന്യൂസ് അങ്ങോട്ട് എത്തിക്കും, അതുകൊണ്ട് സാർ ഒന്ന് വഴിമാറ്. എന്നാൽ കൃഷ് കൺമണിയെ ചേർത്ത് പിടിച്ചു നിർത്തിയിരിക്കുകയാണ് പിടിവിടാതെ. ശേഷം കൺമണിയുടെ കണ്ണുകളിലേക്ക് നോക്കി പറയുന്നുണ്ട്, കൺമണി നീയാണ് എന്റെ ധൈര്യം, നിന്റെ ശക്തിയിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. പക്ഷെ കൺമണി അത് തിരുത്തി പറയും, സ്വന്തം ശക്തിയിലാണ് മുന്നോട്ട് പോകുന്നത്, അല്ലാതെ മറ്റൊരാളുടെ ശക്തിയിലല്ല വേണ്ടതെന്ന്. സാറിന് സാറിന്റേതായിട്ടുള്ള വ്യക്തിത്വമുണ്ട്, ധൈര്യമുണ്ട്, ഒക്കെ ആ പൊന്നുമേട്ടിൽ വെച്ച് ഞാനും കണ്ടതല്ലേ ആ ഫാക്ടറി തുറക്കുന്ന കാര്യത്തിൽ. എന്നാൽ കൃഷ് അത് സമ്മതിച്ചു കൊടുക്കുന്നില്ല. നീ പറയുന്നത് തെറ്റാ, ഞാനായിരിക്കും മുന്നിൽ നിന്നത്, പക്ഷെ എന്റെ കൂടെ നീയും ഉണ്ടായിരുന്നു. ശിവനും ശക്തിയുമാണ്, ഒരുമിച്ച് വേണം നിൽക്കാനെന്നൊക്കെ അവിടെ പറഞ്ഞത് നിനക്ക് ഓർമ്മയില്ലേ? അപ്പൊ കൺമണി പറയും, സാറ് ശിവൻ തന്നെയാ, പക്ഷെ എനിക്കിപ്പോ ശക്തിയില്ല. സാറിന്റെ കുടുംബത്തില് ഞാൻ കാരണം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇനിയും അത് ആവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല സർ. ഞാൻ അലിഗ കുടുംബത്തിലെ വെറും ഒരു അംഗം മാത്രമോ, പാവം പെയിന്റിംഗ് തൊഴിലാളി ശ്രീനിവാസന്റെ മകൾ. എത്ര യോജിപ്പിക്കാൻ ശ്രമിച്ചാലും കാണുന്നവർക്ക് ഒരുപാട് ചേർച്ചക്കുറവ് തോന്നും. സാറിന് മാനസ തന്നെയാണ് ചേരുന്നത്. കൃഷ്ണൻ ഇതൊക്കെ കേട്ട് സങ്കടാവുന്നുണ്ട്. വാക്കിടറിക്കൊണ്ട് പറയുന്നുണ്ട്, കൺമണി അങ്ങനെ പറയരുത് നീ, ഞാൻ എന്റെ അച്ഛനോട് എല്ലാം പറഞ്ഞ് ശരിയാക്കാം. എന്നാൽ കൺമണിക്ക് അതത്ര വിശ്വാസമില്ല. സാഗർ സാർ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി തന്നെയാണ് അന്ന് പറഞ്ഞതെന്നും തന്നെ പോകാൻ അനുവദിക്കണമെന്നും കൺമണി യാചിക്കുകയാണ് കൃഷ്ണനോട്. എന്നാൽ ഇവരീ സംസാരിക്കുന്നതും ചേർന്ന് നിൽക്കുന്നതും എല്ലാം നമ്മുടെ ശ്രീദേവി മറഞ്ഞു എന്ന് ഫോണിൽ വീഡിയോ ആയിട്ട് എടുക്കുന്നുണ്ടായിരുന്നു. കൺമണി പിന്നെയും പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് കൃഷ്ണനെ, സാർ എനിക്ക് ഈ ജോലി വളരെ അത്യാവശ്യമാണ്, അതുകൊണ്ട് മാത്രമാണ് അലിഗയിൽ ഇപ്പോഴും നിൽക്കുന്നത്. സാർ എന്നെ പിരിഞ്ഞു പോകാൻ പ്രേരിപ്പിക്കരുത്. എന്നാൽ കൃഷ്ണന് കൺമണിയോടുള്ള ആ പ്രണയത്തില് ഉറച്ച വിശ്വാസമുണ്ട്. നിനക്ക് എന്നെ വിട്ടുപോകാൻ പറ്റില്ലെന്നും ഞാൻ നിന്നെ വിടില്ലെന്നും പറഞ്ഞ് ഇമോഷണൽ ആയിട്ട് കൺമണിയെ കെട്ടിപ്പിടിക്കുകയാണ് ചെയ്യുന്നത്. കൺമണിയാണെങ്കിലും കൃഷ്ണന്റെ ഈ പ്രവൃത്തിയിൽ ആകെ വിഷമിച്ചു പോകുന്നു, ആകെ നിസ്സഹായിയാവുന്നുണ്ട്. അങ്ങനെ വിഷമിച്ചു നിൽക്കുമ്പോഴാണ് കൺമണി ആ കാര്യം കാണുന്നത്. അതായത് ശ്രീദേവി ഈ രംഗങ്ങളെല്ലാം ക്യാമറയിൽ എടുക്കുന്നുണ്ടെന്നുള്ള കാര്യം. കൺമണി പിന്നെ ഒട്ടും താമസിച്ചില്ല, കൃഷ്ണനോട് ഒരു വാക്ക് പോലും പറയാതെ ദേഷ്യത്തോടെ ശ്രീദേവിയുടെ പിന്നാലെ പോകാൻ തുടങ്ങുകയാണ്. കൃഷ് ആണെങ്കിൽ ശ്രീദേവി അങ്ങനെ വീഡിയോ എടുക്കുന്നത് കാണുന്നുണ്ടായിരുന്നില്ല. കൺമണി തന്നെ ഇങ്ങനെ അവഗണിക്കുന്നല്ലോ എന്നുള്ളൊരു വിഷമത്തിൽ നിൽക്കുകയാണ് നമ്മുടെ കൃഷ്. താൻ വീഡിയോ എടുക്കുന്ന കാര്യം കൺമണിക്ക് മനസ്സിലായെന്നുള്ളത് ശ്രീദേവിക്കും പിടികിട്ടി. അപ്പൊ അവിടെ നിന്ന് രക്ഷപ്പെട്ടു ഓടി എവിടെയോ പോയി മാറി നിൽക്കുമ്പോഴായിരിക്കും കൺമണി പിന്നാലെ വന്നിട്ട് ശ്രീദേവിയുടെ കാരണത്ത് നോക്കി ഒന്ന് കൊടുക്കുന്നത്. എന്നെ എന്തിനാ നീ തല്ലിയെന്ന് ചോദിക്കുന്നുണ്ട് ദേഷ്യത്തോടെ ശ്രീദേവി. അപ്പോഴുണ്ട് കൺമണി ഒരൊറ്റ അടി കൂടെ വീണ്ടും കൊടുക്കുന്നു. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്തിനാ തല്ലിയതെന്ന് നിനക്ക് ഇപ്പൊ പിടികിട്ടിയോ? എന്നിട്ട് വേഗം ശ്രീദേവിയുടെ കയ്യിൽ നിന്നും ആ ഫോൺ തട്ടിപ്പറിച്ച് വാങ്ങിയിട്ട് ശ്രീദേവി ഇപ്പൊ എടുത്ത വീഡിയോ ശ്രീദേവിക്ക് തന്നെ കാണിച്ചു കൊടുക്കുകയാണ് കൺമണി. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇപ്പൊ നിനക്ക് മനസ്സിലായോ എന്ന്? ഞാനിത് MD ഏൽപ്പിക്കാൻ പോവാണെന്നും പറയുമ്പോ ശ്രീദേവിക്ക് അത് കേട്ട് പേടിയാവുന്നുണ്ട്. എന്നെ ചതിക്കല്ലേ എന്ന് പറയും. എന്നാൽ കൺമണി തിരിച്ചു പറയും, നിനക്കൊക്കെ ആരെ വേണമെങ്കിലും ചതിക്കാം, അപ്പൊ തിരിച്ചു ചതിച്ചുകൂടാ അല്ലെ? ശ്രീദേവി പിന്നെ ഒരു മാർഗവും ഇല്ലെന്ന് മനസ്സിലാക്കി കൺമണിയുടെ മുമ്പിൽ തൊഴിൽ കൈയോടെ യാചിക്കുകയാണ്. കൺമണി, ഞാനിത് മാനസ മേഡത്തിന് വേണ്ടിയാ ഷൂട്ട് ചെയ്തത്. നിനക്കറിയാലോ, പാരീസിലാണ് ഞാൻ പഠിച്ചത്. അതിന്റെ ലോണും കടവും ഒക്കെ കുറെ ഉണ്ട്.
എനിക്കിപ്പോ അലികയുടെ ഒരു അഡ്രസ് അത്യാവശ്യം, അതുകൊണ്ട് തന്നെ മാനസ മാഡം പറഞ്ഞതൊക്കെയും അനുസരിക്കേണ്ടി വരും. വേറെ നിവൃത്തിയില്ലാത്തോണ്ടാ കൺമണി ഞാൻ ഇങ്ങനെയെല്ലാം ചെയ്തത്, എന്നോട് ക്ഷമിക്കണം. എന്തായാലും കൺമണി ആ വീഡിയോ ശ്രീദേവിയെ കൊണ്ട് തന്നെ ഡിലീറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. എന്നിട്ടൊരു വാർണിംഗ് കൂടെ കൊടുക്കുന്നുണ്ട് അവസാനമായിട്ട്. ഇനിമേലിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി കഴിഞ്ഞാൽ അന്ന് നിന്റെ ജോലി തെറിക്കും, അത് നീ ഓർത്തോ. ഇനി ഒരിക്കലും സംഭവിക്കില്ലെന്ന് കൺമണിക്ക് ഉറപ്പ് കൊടുക്കുന്നുണ്ട് ശ്രീദേവി. പക്ഷെ തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടിയാണ് ശ്രീദേവി ഇതൊക്കെ പറഞ്ഞത്. കൺമണി അവിടുന്ന് പോയതിനു ശേഷം കൺമണിയെ പ്രതികാരത്തോടെയാണ് ശ്രീദേവി നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. പിന്നീട് കൃഷ് ആണെങ്കിൽ തന്റെ സങ്കടങ്ങളെല്ലാം ദേവ്ജിയോടും പങ്കുവെക്കുന്നുണ്ട്. കൺമണിയുടെ ഈ അകൽച്ച എനിക്ക് താങ്ങാൻ പറ്റില്ലെന്ന് കൃഷ് പറയുമ്പോ അപ്പൊ കൺമണിക്ക് താങ്ങാൻ പറ്റുമെന്നാണോ കൃഷിയെ നീ ചിന്തിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് ദേവ്ജി തിരിച്ച്. കൺമണിയുടെ മനസ്സ് മറ്റാരേക്കാളും അറിയാവുന്നത് നിനക്കല്ലേ, നീ പറ പറ്റുമോ? കൃഷ് അപ്പൊ ദേവ്ജിയോട് പറയുന്നുണ്ട്, അച്ഛനും മറ്റുള്ളവരും അവളോട് ഒരുപോലെ ദേഷ്യം കാണിച്ചു. അച്ഛൻ അവളോട് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അമ്മയും ആന്റിയമ്മയും എല്ലാവരും കൺമണി ഞങ്ങളുടെ വീടിന് വേണ്ടി ചെയ്ത കാര്യങ്ങളെല്ലാം മറന്നു. ഹേമാന്റിയുടെയും മാനസയുടെയും കാര്യം പിന്നെ ഞാൻ പറയണ്ടല്ലോ. കൺമണിയില്ലാതെ അവിടെന്നേ അവർക്ക് ചിന്തയുള്ളൂ. ഇതൊക്കെ കേട്ട് ദേവ്ജി ആണെങ്കിലും പറഞ്ഞു പോകുന്നുണ്ട്, പാവം കൺമണി, അവൾക്ക് എങ്ങനെയെങ്കിലും ജീവിച്ചേ പറ്റൂ. പിന്നെ നീ കൺമണിയുടെ വീട് തിരിച്ചെടുത്ത് കൊടുത്തത് ഇപ്പൊ ഒരു കടമായിട്ടാണ് കൺമണി കാണുന്നത്. ആ കടം വീട്ടാനൊക്കെ ആയിട്ടാണ് അവൾ ഈ അവസ്ഥയിലും അലിക വിട്ട് പോവാത്തത്. തുടർന്ന് ദേവ്ജി കൃഷ്ണനെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയുന്നുണ്ട്, എല്ലാം ശരിയാകും കൃഷ്, സാഗറും സുജാതയും ഒക്കെ നല്ല മനസ്സുള്ളവരാ. പക്ഷെ ഇപ്പൊ അവര് ഒരുപാട് കെട്ടുപാടുകളുടെ നടുവില്, അതും നമ്മൾ അംഗീകരിക്കണം. ജയമോഹൻ കമ്പനിയിലേക്ക് കുറെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൃപയെ ജർമ്മനിയിലേക്ക് കൊണ്ടുപോയതും അവരാണ്. ഇതൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് സാഗറിനെയും കുറ്റം പറയാൻ പറ്റില്ല. ഈ കെട്ടുപാടുകളുടെ മീതെ വാക്ക് തെറ്റിയപ്പോഴുള്ള പ്രശ്നം അതാണ് അവർക്കുള്ളത്. നീ അതിന്റെ പേരിൽ ഏതായാലും ടെൻഷൻ അടിക്കണ്ട, നീ അത് വിട്. എനിക്കറിയാവുന്ന സാഗറും സുജാതയും തീർച്ചയായിട്ടും കൺമണിയെ അംഗീകരിക്കും. ഇത് തന്നെയാ സംഭവിക്കാൻ പോകുന്നത്. തൽക്കാലം നീ കൺമണിയെ ഒന്ന് ഫ്രീ ആക്കി വിടുക. അത് കഴിയുമ്പോൾ പതുക്കെ പതുക്കെ എല്ലാം ശരിയായിക്കോളും. അപ്പോഴേക്കും നമുക്ക് കൺമണിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും പറ്റും. നീ എടുത്തിയാടി ബഹളമൊന്നും വെക്കാതെ പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ തൽക്കാലം ശാന്തനായിട്ടിരിക്കുക. എല്ലാം കലങ്ങി തെളിഞ്ഞു വരുന്നവരെ കൃഷ്ണനോട് കാത്തിരിക്കാൻ ഉപദേശിക്കുന്നുണ്ട് ദേവ്ജി. അതിനുശേഷം കാണിക്കുന്നത് സാഗറിന്റെ ആരോഗ്യമൊക്കെ ശരിയായെന്ന് മനസ്സിലാക്കിയ ആന്റിയമ്മ സാഗറിനോട് ആ കാര്യം ചെന്ന് പറയാണ്. കൃഷും മാനസയും തമ്മിലുള്ള കല്യാണം മാനസയ്ക്ക് ആശ കൊടുത്ത് നിർത്താൻ തുടങ്ങിയിട്ട് ഇപ്പൊ കുറെ നാളുകളായി. നാണം കെട്ട് നിൽക്കുന്ന പോലെയാണ് ഹേമയും മാനസയും ഇവിടെ കഴിയുന്നത്. നാട്ടുകാരെ വിളിച്ച് നിശ്ചയം നടത്തി വിരലിൽ മോതിരം ഇട്ടു. ആ കാരണം കൊണ്ടാണ് മാനസ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. ഉള്ളത് പറയാലോ, നമ്മൾ കണ്ണിൽ ചോര ഇല്ലാത്ത രീതിയിലാണ് മാനസയോട് പെരുമാറുന്നത്. അതുകൊണ്ട് മോനോട്ട, ഒരു പെണ്ണിന്റെ കണ്ണുനീര് ഈ വീട്ടിൽ ഇനി വീഴാൻ പാടില്ല. അത് ഈ വീടിന് ദോഷം ചെയ്യും. അതൊക്കെ കൊണ്ടാവും ഇപ്പൊ ഈ ആശുപത്രി പോക്കൊക്കെ വന്നത്. എനിക്കിപ്പോ അങ്ങനെയൊക്കെ ഒരു തോന്നൽ വരിക. അതേസമയം സാഗർ ആന്റിയമ്മയോട് പറയുന്നുണ്ട്, ഞാൻ കൃപയെയും കൂട്ടി ജർമ്മനിയിൽ നിന്നും ഇങ്ങോട്ട് തിരിച്ചു വന്നോട്ടെ, അതിനുശേഷം നമുക്ക് ഇതിന്റെ കാര്യങ്ങളെ പറ്റിയൊക്കെ ആലോചിക്കാമെന്ന്. എന്നാൽ അത് പറ്റില്ലെന്ന് കട്ടായമായിട്ട് പറയുകയാണ് ആന്റിയമ്മ. നീ ജർമ്മനിയിലേക്ക് പോയിക്കോ, അത് കുഴപ്പമില്ല. കൃപയ്ക്ക് ഇപ്പൊ കല്യാണപ്രായമൊക്കെ ആയി വരികയല്ലേ. പോയിട്ട് വന്നിട്ട് കൃഷിന്റെ കല്യാണത്തോടൊപ്പം നമുക്ക് കൃപയുടെ കല്യാണം കൂടെ നടത്താം. സുജാതയ്ക്ക് ആ അഭിപ്രായം കൊള്ളാമെന്ന് തോന്നുന്നുണ്ട്. ചേച്ചിയമ്മ പറഞ്ഞത് ന്യായമായിട്ടുള്ള ഒരു കാര്യം തന്നെയാ സാഗർ. ഇനി കല്യാണക്കാര്യം നീട്ടാൻ പറ്റില്ല, നമുക്ക് ഉടനെ തന്നെ തീരുമാനിക്കണം. എന്നാൽ അത് ഉടനെയല്ല, ഇപ്പൊ തന്നെ തീരുമാനിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് ആന്റിയമ്മ. ആന്റിയമ്മയുടെ ഈ നിലപാട് കാണുമ്പോൾ സാഗരൊക്കെ ചോദിക്കുന്നുണ്ട്, എന്താ ആന്റിയമ്മ ഒരു വാശി പോലെയൊക്കെ പറയുന്നത്? അപ്പൊ ആന്റിയമ്മ ന്യായീകരിക്കുന്നുണ്ട്, എടാ ഇത് സാധാരണ രീതിയിൽ നടക്കുമെന്നല്ലേ നമ്മളെല്ലാവരും കരുതിയത്. പക്ഷെ ഒരറ്റം എത്തുന്നില്ല. ആശുപത്രിയിൽ കൺമണി രക്ഷകയായി വന്നതോടുകൂടി നിന്റെ മനസ്സിലും ഒരു ഉറപ്പ് നഷ്ടപ്പെട്ടു. ആന്റിയമ്മ വീണ്ടും അതിലേക്ക് പോകുന്നത് കണ്ടിട്ട് സാഗറിന് ദേഷ്യം വരുന്നുണ്ട്. അതേസമയം സുജ സാഗറിന് വേണ്ടി സംസാരിക്കും. ഇല്ല ചേച്ചിയമ്മേ, അങ്ങനെയൊന്നുമില്ല. ഞാനും സാഗറും സംസാരിച്ചിട്ടുണ്ട്. മാനസ തന്നെയാണ് കൃഷിന്റെ ഭാര്യ. ഉടനെ ആന്റിയമ്മ, കൃഷി മാനസയുടെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും കാണുന്നുണ്ടോ? അങ്ങനെ കാണുന്നുണ്ടെങ്കിലേ അതൊക്കെ കിനാവ് കാണല, നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് അനിയൻകുട്ടനും അങ്ങനെ ചിന്തിക്കണം. എന്നാൽ സാഗർ പറയുന്നുണ്ട് ആന്റിയമ്മയോട്, ഞാൻ ചിന്തിക്കാത്ത കാര്യങ്ങളൊക്കെ എന്തിനാ ആന്റിയമ്മ എന്നോട് പറയുന്നത്? അപ്പോഴും ആന്റിയമ്മ കൺമണിയിലേക്ക് തന്നെയാണ് വരുന്നത്. നീ ചിന്തിക്കില്ല, പക്ഷെ നിന്നെ കൊണ്ട് ചിലരൊക്കെ ചിന്തിപ്പിക്കും. ഓഫീസിലെ ആ ദേവ്ജിയൊക്കെ കൺമണിയുടെ ആൾക്കാരാണല്ലോ. ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വന്ന അവർക്കൊക്കെ എന്താ കുഴപ്പം? നഷ്ടപ്പെടുന്നത് നമുക്ക് മാത്രമാ. ജയമോഹനുമായിട്ടുള്ള കുടുംബബന്ധം പോകുന്നതാണ് ഏറ്റവും വലിയ നഷ്ടം. പിന്നെ പറഞ്ഞ വാക്കിന് വിലയില്ല എന്നുള്ള ഒരു അപഖ്യാതി നാട് മുഴുവൻ പരക്കും, സോഷ്യൽ മീഡിയയിലും വാർത്തയാകും. അതൊക്കെ നമ്മുടെ ബിസിനസിനെയാണ് ബാധിക്കുന്നത്. ചുരുക്കത്തിൽ അനിയൻകുട്ട, മാനസയും കൃഷ്ണൻ തമ്മിലുള്ള കല്യാണം എത്രയും വേഗം തരം നടത്തിയില്ലെങ്കിലുണ്ടല്ലോ, ഞാൻ സത്യസന്ധമായിട്ട് പറയുക, അലിക എന്ന പ്രസ്ഥാനം തന്നെ കൈവിട്ടു പോകും. ഉടനെ സാഗർ പറയും, ആന്റിയമ്മയ്ക്ക് എന്നെ അറിയാലോ, ഒരു സ്ഥാപനം പോയാലും ശരി ഞാൻ കൊടുത്ത വാക്കിൽ ഉറച്ചു തന്നെ നിൽക്കും. സാഗർ അത്രയും ഉറപ്പോടുകൂടി പറയുമ്പോൾ അത് കേൾക്കുന്ന ആന്റിയമ്മയ്ക്കും സുജാതയ്ക്കും സന്തോഷമാവുകയും ചെയ്യുന്നു.